മോർണിംഗ്. ഇന്നലെ ഒരു ലോങ് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് കിടന്നതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായി. എണീറ്റതും നേരെ തന്നെ പോയിട്ട് വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്ന് രാവിലെ പുറത്തോട്ട് നോക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ ബാക്ക് യാർഡിൽ കുറച്ച് മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ കുറച്ച് ബേർഡ്സ് എല്ലാം വരും. കുറച്ചു നേരം ഇവരുടെ സൗണ്ട് എല്ലാം അങ്ങനെ കേട്ടിരുന്നതിന് ശേഷം നേരെ ഫ്രഷ് ആവാനായിട്ട് പോയി. ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് വാക്കിങ്ങിന് പോകണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. സംഭവം രാവിലെ എണീക്കാനായിട്ട് നല്ല മടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്നെ തന്നെ കുത്തിപ്പൊക്കിയാണ് ഇന്നിപ്പോ ഈ വാക്കിങ്ങിന് പോകുന്നത്. ഇവിടെ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വാക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഞാനത് ശരിക്കും എൻജോയ് ചെയ്താ ചെയ്യുന്നത്. ഇവിടെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റോട്ടിൽ അങ്ങനെ ഒരുപാട് അധികം ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിൽക്കുന്ന റൂമിന്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്ക് ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസിൽ ഒന്നാണിത്. ഞാൻ മിക്ക സമയങ്ങളിലും വാക്കിങ്ങിന് വരുന്നത് ഇവിടെയാണ്. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിന് കുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇന്ന് വാക്കിങ്ങിന് പോയത്. ഇടയ്ക്കൊക്കെ വാക്കിങ്ങിൽ നിന്ന് മാറി എസ്തെറ്റിക്കൽ വീഡിയോ എടുക്കുന്നതിലെടുത്തിട്ട് ഞങ്ങളുടെ ശ്രദ്ധ പോയോ എന്നൊരു ഡൗട്ട്. അതിൻ്റെ ഇടയിൽ അവിടെ എക്സസൈസ് ചെയ്യാനുള്ള ജിമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അതൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബോഡിയൊക്കെ നന്നായിട്ട് അനങ്ങിയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വിശന്നു. നേരെ ഞങ്ങൾ മെഗ്ഡിയിലോട്ട് വെച്ച് പിടിച്ചു. പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു ലാറ്റയും പിന്നെ ഒരു ബർഗറുമാണ് ഓർഡർ ചെയ്തത്. രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് പിന്നെ വിഷയങ്ങൾക്കൊന്നും യാതൊരു കുറവില്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അന്നത്തെ ദിവസം ചെയ്യാനുള്ള ഒരുപാട് പ്ലാനുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ മീനുവിന്റെ വീട്ടിലോട്ടാണ്. മീനുവിന്റെ വീട്ടിൽ അപ്പവും ദോശയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വെച്ചുപിടിച്ചത് അങ്ങോട്ട്. അവിടെ ചെന്ന് ഞാൻ എൻ്റെ തന്നെ വീഡിയോ ഇരുന്ന് യൂട്യൂബിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ദോശയും സാമ്പാറും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾക്ക് അവൾ നാരങ്ങ വെള്ളം തന്ന് സൈഡാക്കാൻ നോക്കി. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. അരച്ചു വെച്ച മാവ് എടുത്ത് ദോശ ചുടിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചതിന് ശേഷമാണ് ബാക്കി വർത്താനം അവിടെ ഉണ്ടായത്. രാവിലെ നടന്ന് കളഞ്ഞ കാലറി മുഴുവൻ ഞങ്ങൾ ദോശയും സാമ്പാറും കഴിച്ചത് വഴി അകത്താക്കി. പിന്നെ കുറെ നേരം ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞു. ബൈ ദ വൈ, വർത്താനം പറയുന്നതിനിടയിൽ മിച്ചറ് കഴിക്കാൻ ഞങ്ങൾ മറന്നില്ല. പിന്നെ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് ചോറും മീൻകറിയും ക്യാബേജ് തോരനും കൂടിയായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ക്ഷീണമായി. പിന്നെ അവൾക്ക് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവളെയും ടാറ്റ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. രാവിലെ മോർണിംഗ് വാക്കിന് പോയ ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നത് വൈകുന്നേരം 3 മണിക്കാണ്. നടന്നു വന്നതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് നേരെ ബാക്ക് യാർഡിലോട്ട് വിട്ടു. എൻ്റെ ബാക്ക് യാർഡ് ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ റൂമിലോട്ടാണ് പോയത്. റൂമിൽ ചെന്നതും ഞാൻ എൻ്റെ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു. അതിനുശേഷം നേരെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോയി. ഫ്രഷ് ആയി വന്നതിന് ശേഷം സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പണി എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. കുറച്ചധികം നേരം ഞാൻ അതിനു വേണ്ടി ഇരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ടായിരുന്നു, മടുത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴാണ് ഇന്നലത്തെ ലോണ്ടറി കുറച്ച് ചെയ്യാനുണ്ടെന്ന് ഓർത്ത്. പിന്നെ ലോണ്ടറി എല്ലാം ചെയ്ത് എവ്ലിനായിട്ട് കുറച്ചു നേരം കളിച്ചിരുന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചെറുതായിട്ട് വിശന്നോന്നൊരു ഡൗട്ട്. വയറിനെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലിരുന്ന ഒരു ഫ്രോസൺ പഴംപൊരി എടുത്ത് നേരെ ചൂടാക്കി ഒരു കട്ടനും ഇട്ട് ഞാൻ അകത്താക്കി. അത് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേണ്ടരെ വിളിക്കുന്നു എന്റെ ഫ്രണ്ട്സ്. സംഭവം വേറെ ഒന്നുമല്ല, ഇന്നവിടെ കപ്പയും മീൻകറിയാണ് അത്ര. അപ്പൊ അങ്ങോട്ട് വരാൻ പറഞ്ഞു. നേരെ ഒന്നും നോക്കിയില്ല, ബാഗ് പാക്ക് ചെയ്ത് ടാറ്റയും പറഞ്ഞ് ഞാനും ഇറങ്ങി. ഓള് വന്ന സന്തോഷത്തിൽ ഞാൻ അപ്പൊ തന്നെ പാക്ക് ചെയ്ത് ഇറങ്ങിയെങ്കിലും ഇത്ര നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. സംഭവം വേറെ ഒന്നുമല്ല, മീനു ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടില്ല. അവള് വന്നിട്ട് വേണം ഞങ്ങൾക്ക് അവളുടെ വീട്ടിൽ കയറാനായിട്ട്. കുറച്ചു നേരത്തെ പോസ്റ്റൽ കർമ്മത്തിന് ശേഷം അവരെല്ലാം എത്തി. ഈ നടന്നു വരുന്ന രണ്ടുപേരെ കണ്ടു. കാര്യമായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യുമല്ലേ. ഇത് വേറൊന്നുമല്ല, ആര് കപ്പ വെക്കും ആര് മീൻകറി വെക്കും, അതാണ് മെയിൻ ഡിസ്കഷൻ. സംഭവം രാത്രി ആയതുകൊണ്ടും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഫ്രോസൺ കപ്പയാണ് വാങ്ങിച്ചത്. പണികളെല്ലാം ഞങ്ങൾ ഡിവൈഡ് ആയിട്ടാണ് ചെയ്തത്. കപ്പ ഒരു സൈഡിൽ ക്ലീൻ ആക്കുന്ന സമയത്ത് അരി വേറൊരു സൈഡിൽ റെഡി ആകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടും തട്ടി അടുപ്പിൽ കയറ്റി. കപ്പ റെഡിയാവുന്നതിന്റെ ഇടയിൽ കഴിക്കാൻ വേണ്ടി ഒരു അലുവ മുറിച്ചു. പിന്നെ അലുവയും കഴിച്ച് വർത്താനം പറയലായി, ബഹളമായി. അതിന്റെ ഇടയിലിരുന്ന് ടിവിയും കണ്ടു. എല്ലാം കണ്ടിരുന്ന് എൻജോയ് ചെയ്യുന്നതിന്റെ ഇടയിൽ കപ്പയുടെ വിസിൽ വന്നു. ഇവിടെ നിന്ന് രാത്രി പുറത്തോട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ആ വിൻഡോന്റെ അടുത്താണ്. ഇന്ന് കപ്പയുടെ ഒപ്പം കഴിക്കാൻ മീൻ മാത്രമല്ല പപ്പടവും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. എന്താ ചെയ്യാ, പുകയിട്ടാലേ പിള്ളേര് ഫുഡ് കഴിക്കാൻ വരുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും. നല്ല ചൂട് കപ്പയും നല്ല മീൻകറിയും സൈഡിൽ ഒരു പപ്പടവും. ഫുഡിന്റെ കാര്യം പറയാണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ പിന്നെ കാണാം. ബൈ.